ഹലോ അസ്സലാമലൈക്കും. ഗാലറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മുട്ടമാലയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 20 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും വേർതിരിച്ചെടുക്കണം. ഇത് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പം മുട്ടയുടെ മഞ്ഞ നമുക്ക് ആദ്യം ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ജാറിലേക്ക് മുട്ടയുടെ വെള്ള ഒഴിച്ചിട്ട് അതിലേക്ക് പാൽപ്പൊടിയും ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അത് നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 10 മുട്ടയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര എന്ന തോതിലാണ് നമ്മൾ പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാം. പിന്നെ മുട്ടമാല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലേക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചിട്ട് അതിൻ്റെ മൂടിൽ തുളയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മുട്ടയുടെ വെള്ള നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അഥവാ പഞ്ചസാരയിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അത് നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പഞ്ചസാര ലായനി നല്ല വൃത്തിയായിട്ട് വരും ചെയ്യും. മുട്ടമാലയ്ക്ക് നല്ല കളറും കിട്ടും. അപ്പോൾ എൻ്റെ ഗാലറി വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ പുതിയ ചാനലാണ്. അതിലെ ആദ്യത്തെ വീഡിയോ ആണ് മുട്ടമാലയുടെ റെസിപ്പി. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇനിയും ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ മുട്ടമാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പിൽ നിന്ന് നമ്മൾ മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് കോരി വൃത്തിയാക്കി എടുക്കണം. അത് ഒരു തരി പോലും ഇല്ലാതെ ക്ലിയറാക്കി നമ്മൾ വൃത്തിയാക്കി എടുക്കണം. കാരണം എന്നാലാണ് മുട്ടമാല നല്ല കളറായിട്ട് വരുള്ളൂ. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടമാല ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ. നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടുന്നൊരു സാധനം ഇതാണ്. വേഗം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അതിൽ നിന്നും അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഉറച്ചു പോകുന്നില്ല കേട്ടോ, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നമുക്കിത് തണുത്ത് കഴിഞ്ഞാലും നല്ല മാല പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി കൂടി നമുക്ക് അതുപോലെ മുട്ടമാല ചുറ്റി റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കൂടെ ചെയ്തെടുക്കാം.
നമ്മുടെ മുട്ടമാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ മുട്ടസുറുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് അഥവാ മുട്ടസുറുക്ക് കട്ട് ചെയ്ത് മുട്ടമാലയിൽ ഡെക്കറേഷൻ ചെയ്ത് ജെറിയൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്ക് വെക്കാം. മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.